കേരളത്തിലെ 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ട്. പാല, ഈരാറ്റുപേട്ട ടൗണുകൾ ഒരു ദിവസമായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പൊന്മുടി മണ്ണിടിച്ചിലുണ്ടായി, കോഴിക്കോട് മണ്ണിടിച്ചിലുണ്ടായി, മലപ്പുറത്ത് മണ്ണിടിച്ചിലുണ്ടായി. കേരളത്തിൽ പല സ്ഥലങ്ങളിലും കടൽ കയറ്റമുണ്ട്. മുതലപ്പൊഴിയിൽ ആളുകളെ ബോട്ടിൽ പോയവരെ കാണാതായിരിക്കുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ പ്രതിസന്ധി തുടങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധി ആയിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-ാം തീയതി ആയിട്ടുള്ളൂ. 1-ാം തീയതി തന്നെ, ആഗസ്റ്റ് 1 തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിലെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അപ്പോൾ മാറിയ മഴ വന്നല്ലേ കഴിയുള്ളൂ. ഇവിടെ മഴ വരാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്ര സവിശേഷത അനുസരിച്ച് ഇവിടെ പെയ്യുന്ന മഴ ഇവിടെ പെയ്തല്ലേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മഴ പെയ്തേ കഴിയുള്ളൂ. അപ്പോൾ വലിയ മഴയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനങ്ങൾ എന്താണ് ജാഗ്രത പാലിക്കേണ്ടത്? ഒന്നാമത്തെ വിഷയം, കൃത്യമായി മാധ്യമങ്ങളോടാണ് ആദ്യത്തെ റിക്വസ്റ്റ്. കേരളത്തിലെ യൂട്യൂബ് ചാനലുകളും ഡിജിറ്റൽ ചാനലുകളും മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളും അടിയന്തരമായി കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും കുറിച്ചുള്ള ദുരന്ത പ്രതിരോധത്തെയും കുറിച്ചുള്ള വലിയ ബഹുജന വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കണം. സർക്കാരും അതിനനുസരിച്ചുള്ള വലിയ ബഹുജന വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗൗരവതരമായി ഭൂമിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും മഴയെക്കുറിച്ചും ദുരന്ത പരിപാലനത്തെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും മലകളെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ ഒരു ലിറ്ററസി, സാക്ഷരത കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും 100 പേരെ വീതമെങ്കിലും സജ്ജമാക്കുന്ന 1,00,000 പേരുടെ ദുരന്ത പ്രതികരണ സേന അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഇനി ജനങ്ങൾ എന്ത് പാലിക്കണം? ഒന്നാമത്തെ വിഷയം, ഈ മാധ്യമങ്ങളിലും മീഡിയകളിലും വരുന്ന വാർത്തകൾ ഭീതി പരത്താതെ കൃത്യമായി അനുസരിക്കുക, കേൾക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് നമ്മുടെ മസാലയും കൂടെ ഇട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും FB യൂണിവേഴ്സിറ്റിയിലും നമുക്ക് തോന്നുന്ന മസാല കൂടെ കയറ്റി അടിക്കരുത്. കാരണം കഥ എന്താണോ ഗവൺമെൻറ്റും ഈ ഏജൻസികളും കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റുകളും തരുന്ന മുന്നറിയിപ്പ്, അത് വളരെ കൃത്യമായി പരമാവധി ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പ്രകൃതിയിൽ മഴ വരുന്നത് ഒരു അല്പസമയം കൊണ്ട് വരുന്നതല്ല, കുറച്ച് സമയമെടുത്ത് വരുന്നൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഉരുൾപൊട്ടുന്ന സ്ഥലം ഒക്കെ നമുക്കറിയാം. നമ്മൾ കേരളത്തിൽ കുറേ ഉരുൾപൊട്ടലുകളും പ്രളയമൊക്കെ കണ്ടവരാണ്. അപ്പോൾ നമുക്ക് ഓരോ പഞ്ചായത്തിലും നമുക്കറിയാം ഇതെവിടെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ കൃത്യമായ, കേരളത്തിൽ 1000-ഓളം ഗ്രാമപഞ്ചായത്തുകളും ഡിസാസ്റ്റർ റെസിലൻസ് പ്ലാൻ ഉണ്ടാക്കണം, ദുരന്ത പ്രതിരോധ പദ്ധതി ഉണ്ടാക്കണം. 2, അത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ. ജനങ്ങളെ സജ്ജമാക്കുന്ന കാര്യം പറഞ്ഞു, കർമ്മസേന ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇനി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഉരുൾപൊട്ടൽ പ്രളയമൊക്കെ വരുമ്പോൾ കറണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത് കറണ്ട് പോകും. ആദ്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇലക്ട്രിക്കൽ സിസ്റ്റവും ഒക്കെയാണ് അടിച്ചു പോകുന്നത്. റോഡൊക്കെ ഇല്ലാതാകുമ്പോൾ കറണ്ട് പോകാനുള്ള സാധ്യത, കാറ്റും വരും, ശക്തമായ കാറ്റും കൂടെ വരുമ്പോൾ കറണ്ട് അടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ, ബാറ്ററി വാങ്ങി, ടോർച്ചിലൊക്കെയുള്ള ബാറ്ററി വാങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കുറേ തയ്യാറെടുപ്പുകൾ ആ ഭാഗത്ത്, കറണ്ടുമായി ചേർന്നുള്ള ഭാഗത്ത് ചെയ്യേണ്ടതാണ്. കാറ്റ് ശക്തമായി തൻ്റെ പഞ്ചായത്തിലോ തൊട്ടടുത്ത പ്രദേശത്തോ കാറ്റടിക്കുകയാണെങ്കിൽ കൃത്യമായി അത് മോണിറ്റർ ചെയ്യണം, അതൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. മഴ ശക്തമായി തുടർന്ന് നിൽക്കുകയാണെങ്കിൽ അതും നിരീക്ഷിക്കണം. താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ, ഈ നദിയുടെയൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്നവർ, കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളപ്പൊക്കവും പ്രളയവും ഉണ്ടായ സ്ഥലമാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം ആ ഭാഗത്ത് താമസിക്കാൻ. 1-2 ദിവസം ശക്തമായി മഴ വരികയാണെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ മാറി നിന്നാലും അത്ഭുതമില്ല. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ, മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി സുരക്ഷിതമായി വയ്ക്കുന്നതിനുള്ള റേഷൻ കാർഡ്, ആധാർ, ഒരുപാട് സർട്ടിഫിക്കറ്റുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഈ മഴ പെയ്ത് വന്നാൽ, ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ വന്ന് വളരെ വലിയ തോന്നിയാൽ നമ്മൾ സാധാരണ ഡ്രെയിനേജ് ശരിയാക്കി വെച്ചതുകൊണ്ട് മാത്രം അത് പരിഹരിക്കില്ല, അതിനെയും കൂടെ എടുത്തുകൊണ്ട് പോകും. എന്നാൽ പോലും വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ വീടുകളിൽ ശക്തമായി നടക്കണം. മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഉണ്ടാകണം. പച്ചപ്പ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ഉണ്ടാകണം. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി ഒന്ന് ആലോചിക്കുക. പിന്നെ പഞ്ചായത്തുകാരും ദുരന്ത നിവാരണ അതോറിറ്റിയും കളക്ടറും സംവിധാനമൊക്കെ പറയുന്നത് കൃത്യമായി അനുസരിക്കുക.
അതിനനുസരിച്ചുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. നമുക്കറിയാം എന്തായാലും കേരള ഭൂമിക 2 പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്, കൃത്യമായ വരൾച്ച, ഇടവേളകളില്ലാതെ കൃത്യമായി കേരളം വരണ്ടുകൊണ്ടിരിക്കുന്നു, അതൊരു പ്രധാന കാര്യം. മഴ മാറുന്നതൊരു കാര്യം. 2, മാറുന്ന മഴ കൃത്യമായി വിവിധ രൂപത്തിലൂടെ വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മാറിപ്പോകില്ല, കംപ്ലീറ്റ് മഴ മാറിപ്പോകില്ല. പക്ഷേ എന്ത് സംഭവിക്കും? മഴ ഇവിടെ മാറിയും തിരിഞ്ഞും കിടന്ന് കളിക്കും. ഈ കളിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തുമോ എന്നുള്ളതാണ് പ്രധാനം. അത് രൂപപ്പെടുത്തിയാൽ കേരളം രക്ഷപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മലയോര പ്രദേശങ്ങളിലെ കൃഷി രീതികളെ സംബന്ധിച്ചും കെട്ടിട നിർമ്മാണ രീതികളെ സംബന്ധിച്ചും കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കൊരു ബിൽഡിംഗ് കോഡ് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. സ്ട്രക്ചറും കോഡും ഉണ്ടാകണം. ലാൻഡ് യൂസിനെ സംബന്ധിച്ചൊരു പ്ലാനിങ് കൃത്യമായി നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം. ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ടുള്ള ഒരുപാട് റെസിലൻസ് പ്രോഗ്രാം, പ്രതികരണ പരിപാടികൾ നമുക്ക് ഏറ്റെടുക്കാം. അതിലൂടെ ദുരന്തങ്ങളുടെ ആഘാതം നമുക്ക് കുറയ്ക്കാം.